ആരൊച്ചുണ്ടാക്കണം. അപ്പോൾ ഇന്ന് നമ്മുടെ ശ്യാമൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. സംഭവം ഇത് ശ്യാമയുടെ എൻഗേജ്മെന്റ് വ്ലോഗൊക്കെ തന്നെയാണ്. പക്ഷെ ചെറിയൊരു തിരുത്തലുണ്ട്. എൻഗേജ്മെന്റ് ഇന്നല്ല, പരിപാടി കഴിഞ്ഞിട്ട് മാസങ്ങളായിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ എൻ്റെ ഗാലറിയിൽ ഉണ്ട്, ഞാൻ എടുത്ത് വെച്ചു എന്നുള്ള കാര്യം തന്നെ മറന്നുപോയി. സ്റ്റോറേജിൻ്റെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞാൻ ഗാലറി ഓപ്പൺ ആക്കി നോക്കിയതാണ്. അപ്പോഴാണ് ഈ വീഡിയോസ് കണ്ടത്. ഇനിയെങ്കിലും അത് ഇട്ടില്ലെങ്കിൽ മോശമല്ല. അങ്ങനെ എന്നെയും കാത്തു നിൽക്കണ ആര്യനെയും കൂട്ടിയിട്ട് ഞാൻ നേരെ ശ്യാമൻ്റെ വീട്ടിൽ പോയി. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ആൾക്കന്ന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വരുന്നതാണ് നമ്മുടെ ശ്യാമയുടെ ചെക്കൻ. അവരുടെ ഒരു 7-8 കൊല്ലം, 8 ആണോ, ഒരു 10 ഇരുന്നോട്ടെ, എന്തിനാ ഇപ്പോൾ കുറയ്ക്കണത്. ഒരു 10 കൊല്ലത്തെ കാത്തിരിപ്പാണ് ഇപ്പോൾ നടക്കാൻ പോണത്. അന്നത്തെ അവളുടെ മേക്കപ്പും മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലുക്കും ഒക്കെ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവളെ കാണാൻ. അങ്ങനെ ചെക്കൻ്റെ പെങ്ങൾ വന്നിട്ട് ആൾക്ക് ബ്രേസ്ലെറ്റ് ഒക്കെ ഇട്ട് കൊടുത്തു. പല സൈഡിലും പല രീതിക്കാണ് എൻഗേജ്മെന്റ് ഒക്കെ നടത്താറ്. ചിലർ വന്നിട്ട് വളയിടും, ചിലർ വന്നിട്ട് റിംഗ് എക്സ്ചേഞ്ച് ചെയ്യും. ഞാൻ കൂടുതൽ ഇതുപോലെയൊക്കെ ഉള്ളതാണ് കണ്ടിട്ടുള്ളത്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിക്കാൻ പോയി. അന്ന് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. ഇപ്പോഴും അതിന്റെ ടേസ്റ്റ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഫുഡൊക്കെ കഴിച്ച് വയറ് ഫുള്ളായപ്പോൾ ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അങ്ങനെ ആരും ഞങ്ങളെയും കൂട്ടിയിട്ട് കരിമ്പ് ജ്യൂസ് കുടിക്കാൻ കൊണ്ടുപോയി. പിന്നെ ഈ കാണുന്ന തട്ട ഞങ്ങൾ 5 മുതൽ +2 വരെ പഠിച്ച സ്കൂള്, ഒരു സ്കൂൾ ടൂർ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ ഗേറ്റൊക്കെ അടച്ച് പൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നടക്കാത്ത കാരണം ഞങ്ങൾ നേരെ ശ്യാമൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.